നിലവിൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയുടെ ഒരു കോളനി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഷ്ട്രീയ അധികാരത്തിൻ്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയെ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വനിതാ സംവരണത്തിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണയവും സീറ്റ് വർധനവും നടപ്പിലാക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു സ്ഥാനമാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദക്ഷിണേന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയാണ് മോഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഇവർ പറയുന്നത് പോലെ തുല്യ അനുപാതത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നമ്പറാണ് പ്രസക്തം, ആബ്സലൂട്ട് നമ്പറാണ് പ്രസക്തം, അതല്ലാതെ ശതമാനമോ തോതോ അല്ല. ആർക്കാണ് ഇത്ര നമ്പർ കിട്ടുന്നത്, ആ നമ്പർ വച്ചിട്ടാണ് രാഷ്ട്രീയ അധികാരം തീരുമാനിക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യക്ക് 63 എംപിമാരുടെ വർധനം ഇവർ പറയുന്നത് പ്രകാരം ബില്ലിലില്ല, പക്ഷേ ബില്ലിന് പുറത്ത് ഇവർ കൊണ്ടുവരുമെന്ന് പറയുന്ന ആ ഒരു നടപടി ഇവർ പ്രാബല്യത്തിൽ വരുത്തിയാൽ തന്നെ ദക്ഷിണേന്ത്യക്ക് കിട്ടാൻ പോകുന്ന 63 എംപിമാരുടെ വർധനവ്, ഉത്തരേന്ത്യക്ക് കിട്ടാൻ പോകുന്ന 200 എംപിമാരുടെ വർധനവ്. ചുരുക്കത്തിൽ ലോകസഭ എന്ന് പറയുന്നത് BJPയുടെ ഒരു തട്ടകവും ഉത്തരേന്ത്യയുടെ ഒരു തട്ടകവുമായിട്ട് മാറാൻ പോവുകയാണ്. അതിനേക്കാൾ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് 850 അംഗ സഭ എന്ന് പറഞ്ഞാൽ ആ സഭ ഒരിക്കലും പ്രവർത്തനക്ഷമമാകില്ല. പണ്ട് കാലത്ത് 120 സിറ്റിങ്സൊക്കെ 120 ദിവസമൊക്കെ പാർലമെൻറ്റ് സമ്മേളിച്ചിരുന്നു. ഇന്ന് 50, 55, 60 ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ 850 പേരുള്ള ലോകസഭ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ നടപടിക്രമമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ നാരീശക്തിയുടെ പേരിൽ BJPയുടെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട രാഷ്ട്രത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ പ്രധാനമായും പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞത്. സ്വതന്ത്ര സംസ്ഥാനങ്ങൾക്കുള്ള ഒരു പ്രാതിനിധ്യം കുറയുന്നു. 50% വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും കാലത്ത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുന്നപ്പോൾ പശ്ചിമ ബംഗാളിലായാലും സീറ്റുകളുടെ എണ്ണം ഇത്ര കൂടുകയല്ലേ. ഇതിൻ്റെ കേവലം ഇത് ആർക്ക് ലാഭം ആർക്ക് നഷ്ടമെന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. എന്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും അതുപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലും നമുക്ക് ഈ നമ്പർ മാറ്റേണ്ടതില്ല, ഈ 543 എന്നുള്ള സംഖ്യയിൽ മാറ്റം വരുത്തേണ്ടതില്ല, നിയമസഭകളുടെ അംഗബലത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? 2 കാരണമുണ്ട്. ഒന്ന്, പാർലമെൻ്ററി ഡെമോക്രസി ഒരു അർത്ഥവത്തായിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തത്, ഈ കുടുംബാസൂത്രണം അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് മുന്നേറ്റമുണ്ടാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഈ വിഭജനത്തിൻ്റെ കാര്യം വരുമ്പോൾ ദക്ഷിണേന്ത്യക്ക് ലഭിക്കുന്ന തുക ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഈ അടിമത്തം ഇനി രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടി ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അതുകൊണ്ട് ഇത് കേവലം ആർക്ക് ദക്ഷിണേന്ത്യക്ക് ഇനി ലാഭം ഉണ്ടാവുമോ നഷ്ടമുണ്ടാവുമോ എന്നതിനപ്പുറത്ത് വിപുലമായിട്ടുള്ള ഒരു പാർലമെൻ്ററി ഡെമോക്രസിയുടെ സാർത്ഥകമായ പ്രവർത്തനത്തെ കൂടി മുൻനിർത്തി വേണം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എന്തോ ഈ ഓരോ മണ്ഡലങ്ങളുടെയും ജനസംഖ്യ അല്ലെങ്കിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അതുകൊണ്ട് അതിന് അനുവാദമായിട്ട് ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കണോ പാർലമെൻറ്റ് ചേരേണ്ടത്? സ്റ്റേഡിയം വേണ്ടി വരും. അതൊന്നും യാതൊരു യുക്തിയില്ല. മാത്രമല്ല, ഈ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രാദേശികമായ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടലിനപ്പുറത്ത് നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിലും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പിക്കുന്നതിലുമായിരിക്കണം MP-മാർ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാതെ ഇപ്പോൾ കാണുന്നൊരു പ്രവണതയുണ്ട്, ഈ മരിച്ചടക്കിന് പോകുക, ജന്മദിന ആഘോഷത്തിന് പോകുക, കല്യാണത്തിന് പോകുക, വിരുന്നിന് പോകുക. അതല്ല MP-മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് MP-മാരെ മാറ്റണമെന്ന് പറയുന്നവരാണ് ഈ പറയുന്ന പോലെ ഒരു മണ്ഡലത്തിലെ ജനസംഖ്യ വർദ്ധിച്ചു, അതുകൊണ്ട് അവിടെ MP-മാരുടെ എണ്ണം വർദ്ധിക്കേണ്ടതില്ലേ എന്ന് പറയുന്നു. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട കെ സുധാകരൻ ഒരു വിപ്ലവാത്മകമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കെ സി വേണുഗോപാലെ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സേവനം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നെടുംതൂണായ അവരുടെ
സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ തന്നെ തുടർന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തുടർന്നുമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യ ചേരിയിലെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് ഒരു പോറലുണ്ടാകാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങളും ഞങ്ങളും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും വോട്ടെടുപ്പിന് ശേഷവും വരാൻ പോകുന്നത്. അതുകൊണ്ട് ദേശീയ കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ഒരു നഷ്ടം സംഭവിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. അല്ല, അപ്പം ഈ കെ സുധാകരൻ നേരത്തെ ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പൊ കെ സി വേണുഗോപാലായി ആർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവാം. ഒന്നാമത്തെ കാര്യം, മെയ് 4 വരെ ഇവർക്കൊക്കെ സ്വപ്നം കാണാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുപോലുള്ള ഒരു ഇടവേള ഉണ്ടായിരുന്നു ഇല്ലേ ശരത്തെ, വോട്ടെണ്ണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്തെല്ലാം സ്വപ്നങ്ങളാണ് ആൾക്കാർ നെയ്തെടുത്തത്. മന്ത്രിമാരെ പോലും അവർ പ്രഖ്യാപിച്ചു, ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചു വരുത്തി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ ഒരു പൊറാട്ട് നാടകത്തിൻ്റെ ഒരു ആവർത്തനം നടക്കുകയാണ്. പിന്നെ കെ സുധാകരന് ചില കാര്യങ്ങളിൽ കണക്ക് ചോദിക്കാനും തീർപ്പ് കൽപ്പിക്കാനും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം കളം നിറഞ്ഞ് അദ്ദേഹം പെരുമാറും. അദ്ദേഹം ഇനി വൈകാതെ തന്നെ ഈ രംഗത്തേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. എന്നാ കാരണം വെച്ചാൽ എം പി കെ സി പിന്നത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. കെ സി വേണുഗോപാലിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നായകത്വം വഹിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതേ പദവിയുള്ള എം പി പദവിയുള്ള കെ സുധാകരന് പറ്റില്ലേ? അപ്പം ഇനി വൈകാതെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയും, എന്നാൽ കെ സുധാകരൻ തന്നെ ആകട്ടെ, കെ സി വേണുഗോപാലിനാകാമെന്ന് പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ എതിർത്തില്ലല്ലോ, എന്നാൽ കെ സുധാകരനാകട്ടെ എന്ന് പറയില്ലേ? എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ദേശീയ കോൺഗ്രസ്സിന് ഒരു ക്ഷീണം സംഭവിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളോ ഞങ്ങളോ ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കുന്നില്ല. അദ്ദേഹം ഒരു നെടുന്തൂണായിട്ട് ഇനിയും കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ തുടരണം. പ്രഥമ കുടുംബത്തിന് എല്ലാവിധ താങ്ങും തണലുമായി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം.